മതി വാ. ഓൺ ചെയ്തോ? ഞാൻ ഓൺ ചെയ്തായിരുന്നു ഓൾറെഡി. പിടി, നീയാണോ മുറിക്കുന്നത്? അല്ല, അൺഫോർച്ചുനേറ്റ്ലി മൂത്തയാൾ ഞാനായിപ്പോയി. കയറി ചേച്ചി അതെനിക്ക് പ്രാർത്ഥിക്കും. വിശുദ്ധമായ സന്ദേശം മിശിഹ ഞങ്ങൾക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി, അതേ അവിടുത്തെ കുരിശുമരണത്തോളം കീഴ്വഴങ്ങി. അതിനാൽ സർവേശ്വരനെ അവിടുത്തെ ഉയർത്തി എല്ലാ നാമത്തെക്കാളും ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. സ്വർഗസ്നായ ഞങ്ങളുടെ ആപ ഞങ്ങളുടെ പൂജിതമേ, രാജ്യമേ, തിരുവനന്തപുരം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയുമാണമേ. പ്രാർത്ഥിക്കാൻ സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ മർദ്ദകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിലെ പീഡകൾ സഹിച്ച് രക്ഷിച്ച ഈ കുടുംബത്തെ തൃക്കം പാർക്കണമേ എന്ന് അങ്ങയോട് കൂടെ എന്നും ജീവിച്ചു വരുന്ന ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോഹന്നാൻ 13:1-15 വരെ വായിക്കൂ. എനിക്ക് വായിക്കാൻ 13-15 വരെ. പെരുന്നാളിന് മുമ്പേ യോഹന്നാന്റെ സുവിശേഷം 13:1-15. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഈസ്കരോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് ഊഴി വെച്ച് ഒരു തൂവത്ത് എടുത്ത് അരിയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് തുവത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവൻ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കുക കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകെക്കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ.
അപ്പൊ പിന്നെ കൊടുക്കാനാവോ? പിന്നെ ഈ സാധനം നമുക്ക് ഇങ്ങനെ